ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ക്രൈസി ഫാമിലിയാണ്. നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഈ നുറുക്കിക്കൊണ്ട് ഇരിക്കുന്നത് ചിക്കനാട്ടോ. അപ്പോൾ നാടൻ കോഴി കറിയാണെന്ന് വീട്ടിൽ. അപ്പോൾ ഇന്ന് സംക്രാന്തി ആവുകൊണ്ട് ചിലർക്കേലും അറിയുണ്ടാവുന്ന സംക്രാന്തിയാണ്. സംക്രാന്തി പറഞ്ഞാൽ നമ്മൾ എങ്ങനെ ആഘോഷിക്കുന്നത് വെച്ചിട്ടാണ് വീടെല്ലാം വൃത്തിയാക്കി ചേട്ടനെ പുറത്ത് കളയുക പറയും. ഈ രാമായണ മാസമല്ലേ വരുന്നത്, കർക്കിടകം. അപ്പോൾ അതിൻ്റെ തലേ ദിവസം സംക്രാന്തി പറയും. അപ്പോൾ രാത്രി ഞങ്ങൾ ചിക്കനും ദോശയാണ്. അപ്പോൾ നാടൻ കോഴി ആവുകൊണ്ട് തന്നെ നാടൻ സ്റ്റൈലിലാണ് ചിക്കൻ കറി വെക്കുന്നത്. അപ്പോൾ നമ്മളെ വീട്ടിലുള്ള കോഴീനെ തന്നെ തട്ടിതാ കുക്കറിലാക്കി. അപ്പോൾ മല്ലിപ്പൊടി, മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഞാൻ നന്നായി വറുത്ത് അത് മിക്സിയിൽ അരച്ചിട്ട് ഞാൻ അതിൽ തേച്ച് പിടിച്ചിട്ട് ഞാൻ കുക്കറിൽ വേവിക്കാൻ വെച്ചു. പിന്നെ അതിലേക്ക് ആവശ്യമായ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി, വലിയുള്ളി എന്നിവ നന്നായി ചെറുതാക്കി, ഞാൻ പച്ചമുളക് ചെറുതാക്കിയിട്ടല്ല കേട്ടോ അരിഞ്ഞെടുത്തു കേട്ടോ. അപ്പോൾ വീട്ടിൽ അച്ഛനാണെന്ന് കോഴീനെ കൊന്നത്, അല്ലെങ്കിൽ ഏട്ടനാവും അധികം കൊല്ലാറ്. അപ്പോൾ എന്നിട്ട് ഏട്ടപ്പളേക്ക് വന്നു, എന്നിട്ടൊക്കെ വൃത്തിയാക്കി കഴുകി തന്നു കേട്ടോ. അപ്പോൾ അച്ഛനാണ് കേട്ടോ. അച്ഛന് വയ്യാത്തതുകൊണ്ട് ഇപ്പോൾ വീട്ടിലാണ് കുറച്ച് ദിവസമായിട്ട്. അപ്പോൾ നമ്മുടെ പാചകം തുടങ്ങി. ഒരു സൈഡിൽ നമ്മുടെ കുക്കറിൽ ചിക്കൻ വിസിലടിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ ഉള്ളി വാട്ടുകയാണ്. എല്ലാവർക്കും നല്ല മഴയാണെന്ന് വിചാരിക്കുന്നു. ഇവിടെയൊക്കെ നല്ല മഴയാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ മഴയാണ്. വൈകുന്നേരം ഇപ്പോൾ രാത്രി മഴ തന്നെയാണ്. അപ്പോൾ ആർക്കും പുറത്തൊന്നും ഇറങ്ങാൻ പറ്റാതെ വീട്ടിലിരിക്കേണ്ട സമയമായി. ഇനി കർക്കിടക മാസത്തിലൊക്കെ അങ്ങനെയാണ്, മഴയോട് മഴ. അപ്പോൾ അതിൻ്റെ ഉള്ളിയൊക്കെ മൂത്ത് വന്നു. അപ്പോൾ ഞാൻ തക്കാളി ഇട്ടു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് ഏട്ടൻ കുമ്പളങ്ങ നുറുക്കി തന്നായിരുന്നു. അപ്പോൾ നമ്മുടെ കുമ്പളങ്ങ ചിക്കനാണെന്ന്. അപ്പോൾ ഏട്ടൻ വലിയ ആനക്കഷ്ണമാക്കി നുറുക്കി പറഞ്ഞിട്ടൊക്കെ ഞാൻ ചീത്ത പറയുന്നുണ്ട് അതിൻ്റെ ഇടയിൽ. അപ്പോൾ അതൊന്നും സാരില്ല, അത് ഉടയാതെ എനിക്ക് വേണേ പറഞ്ഞിട്ട് ആണ് ഈ വലിയ കഷ്ണങ്ങളാക്കി നുറുക്കിയത്. അതിൻ്റെ ഇടയിൽ കുട്ടികളൊക്കെ വന്നിട്ട് വാശി പിടിക്കുന്നുണ്ട്. ദേവൂട്ടി മിച്ചുണ്ണും തല്ലുകൂടി എന്നൊക്കെ പറഞ്ഞിട്ട് ദേവൂട്ടി പരാതി കൊണ്ട് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് പോകുമ്പോൾ അതിന് മിച്ചുട്ടൻ വരും, പരാതി കൊണ്ട്. അങ്ങനെ സമയം പോകണമെന്നറിയില്ല വീട്ടിലെ ആളും ബഹളം ഉണ്ടെങ്കിൽ. അപ്പോൾ ദേവൂട്ടിക്ക് പനി കേട്ടോ. അപ്പം നാൾ സ്കൂളിലൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. വൈകുന്നേരം ആയപ്പോൾ നല്ല പനി, ഛർദിയൊക്കെ ആയപ്പോൾ ഞങ്ങളിവിടെ ഹെൽത്ത് സെൻ്ററിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, നന്നായി ക്ഷീണിച്ചിറങ്ങണം. ഒരു ദിവസം പനി വന്നപ്പോൾ തന്നെ അവൾ ക്ഷീണിച്ചു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് വേറൊരു ദിവസം ഇടാം, ആശുപത്രി പോകണേൻ്റെ. അപ്പോൾ ഞാൻ കുക്കറിൽ ചിക്കൻ വേവിക്കുമ്പോഴും മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടായിരുന്നു. അപ്പോഴാണ് ഏട്ടൻ്റെ ഐഡിയ വന്നത് കുമ്പളങ്ങയും ചിക്കനും പാടിടാന്ന്. അപ്പോൾ ഞാൻ അതിലേക്ക് വേണ്ടിയിട്ട് കുറച്ചും കൂടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഞാൻ ഉള്ളി വാട്ടിയതിൻ്റെ ഒപ്പം ഇട്ടു. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ വെന്ത്, ഇതിന് നല്ല വേവുണ്ട് കേട്ടോ. നാടൻ കോഴിയാണ്. നാടൻ കോഴി പറഞ്ഞാൽ കൊത്തുകോഴി പറയും. നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്, മേമ്മയുടെ വീട്ടിൽ നിന്ന്. അപ്പോൾ ഇത് കൊത്തുകോഴി, അത് കുറച്ച് മൂപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അത് 4-5 വിസിലടിച്ചു, എന്നിട്ടാണ് വെന്തത്. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ വെന്ത് സെറ്റായിട്ട് ഉള്ളി വാട്ടിയിലേക്ക് ഇട്ടു കേട്ടോ. അപ്പോൾ ഏട്ടന് ദോശയിലേക്ക് ആവുകൊണ്ട് കുറച്ച് ചാറ് വേണേ പറഞ്ഞിട്ട് ഏട്ടൻ, എനിക്കൊക്കെ ആണെങ്കിൽ വരട്ടിയ പോലുള്ള ചിക്കനാണ് ഇഷ്ടം. അപ്പോൾ ഇനിയിപ്പോൾ ദോശയിലേക്കല്ലേ വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ചാറൊക്കെ വെച്ചു. കുറച്ച് ചിക്കൻ മസാലയും ഞാൻ മുളക് പൊടിയും മല്ലിപ്പൊടി അരച്ച് പറഞ്ഞില്ലേ, അപ്പോൾ കുറച്ച് കുരുമുളകൊക്കെ ഇട്ടിട്ട് അരച്ചായിരുന്നു. അപ്പോൾ നമ്മുടെ ഏകദേശം ചിക്കൻ കറി റെഡിയായി. എല്ലാ നാട്ടിലും ഈ സംക്രാന്തി ആഘോഷിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ സംക്രാന്തി തന്നെ പറയുകയാണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ.
അപ്പം ഞങ്ങളിവിടെ അത് ആഘോഷം ചിലർ വിളക്കത്ത് വിളമ്പുക, കാരണന്മാർക്ക് വിളമ്പുക അങ്ങനെയൊക്കെ പറയുന്നിട്ടുണ്ട്. ഇവിടെ അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇവിടെ വെക്കുക, നമ്മൾ തന്നെ കഴിക്കുക, അതാണ് പതിവ്. അപ്പോൾ നന്ദുകൂട്ടനൊക്കെ നല്ല വിശപ്പാണ്. നന്ദുകൂട്ടൻ അമ്മയുടെ അടുത്തുണ്ട് അപ്പുറത്ത്. അപ്പോൾ ഞാൻ വേഗമായിട്ട് 2 കുറുകാനൊന്നും നിന്നില്ല കേട്ടോ. വേഗം 2 ദോശയൊക്കെ എടുത്തിട്ട് നന്ദുമോന് കൊണ്ടുപോയി കൊടുത്തു. അപ്പോൾ ഈ ചിക്കനിലത്തെ മുട്ടയാണ്, പെടക്കോഴിയായിരുന്നു. അപ്പോൾ മുട്ട ഇടുന്ന കോഴിയാണ്. പക്ഷേ മുട്ട ഇട്ടിട്ട് കാര്യമില്ല, ആ മുട്ട ഇടുന്നതൊക്കെ ആ കോഴി തന്നെ കൊത്തി കുടിക്കും. അട വെച്ചാലും അത് കൊത്തി കുടിക്കുന്ന സ്വഭാവം കൊണ്ടാണ് നമ്മളതിനെ കശാപ്പ് ചെയ്തത്. അപ്പോൾ ഇതാ ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് സീറ്റ് ഔട്ടിൽ ഇരുന്നിട്ടാണോ. ഒരു രസത്തിന് മഴയൊക്കെ അല്ലേ പറഞ്ഞിട്ട് സീറ്റ് ഔട്ടിലിരുന്നു. അപ്പോൾ ഇതാ നമ്മുടെ ഒരു ചെറിയ വീഡിയോ ഇത്ര തന്നെയുള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണണം. അപ്പോൾ എന്തെങ്കിലും കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. അപ്പോൾ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നന്ദുമോൻ ഞാൻ ആദ്യം കഴിക്കാൻ കൊടുത്തു പറഞ്ഞില്ലേ, അപ്പോൾ അവൻ ഉള്ളിലാണ്. അപ്പോൾ അതാ ഞങ്ങളെല്ലാവരും കഴിക്കുകയാണ്. ഒരു കട്ടൻ ചായയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ രസമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ സമയം നന്നായി വൈകിയോണ്ട് ഏകദേശം ഒരു 10 മണിയൊക്കെ ആയി. അതുകൊണ്ട് ഞങ്ങൾ കട്ടൻ ചായ ഒന്നും ഉണ്ടാക്കിയില്ല. അപ്പോൾ ഓക്കെ, ബൈ, ടാറ്റാ.